ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറയുക, മതപരിവർത്തനത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ടി വിയിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് മതപരിവർത്തനത്തെക്കുറിച്ച്, ഓരോരുത്തരെ മതം മാറ്റുന്നതിനെ കുറിച്ചൊക്കെ പലരും പല വിധത്തിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ആരും ആരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടോ ഒരാളും എന്താ പറയുക, ഒന്നിനു വേണ്ടിയിട്ടും മാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കാലത്ത് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിം പയ്യൻ ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നുണ്ട്. ഹിന്ദു സ്ത്രീകൾ മുസ്ലിം പയ്യനെ വിവാഹം കഴിക്കുന്ന, അങ്ങനെ പലതരത്തിലും ക്രിസ്ത്യനായാലും ഹിന്ദുസിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, മുസ്ലിങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പലരും പല മതത്തിൽ നിന്നും കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഹിന്ദു മുസ്ലിമിന് വിവാഹം കഴിച്ചാലും മുസ്ലിം ഹിന്ദുവിന് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്തെന്ന്, ഏത് മതം സ്വീകരിക്കണം എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ഇസ്ലാം മതം തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ മുസ്ലിമായി ഇരുന്നുകൊണ്ട് ഹിന്ദുസിലേക്ക് പോയിട്ടുള്ള ആളുകളും ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെ ഉണ്ട്. പേരുമാറ്റി ഹിന്ദുമതം സ്വീകരിച്ച് ഇസ്ലാം പെൺകുട്ടി ഹിന്ദുമതം സ്വീകരിച്ച് ജീവിക്കുന്നവരുമുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരും വ്യക്തി താല്പര്യമാണ്. അല്ലാതെ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ഹിന്ദുക്കളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, എല്ലാ മതങ്ങളിൽ നിന്നും പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒത്തൊരുമയിൽ പോകുന്ന ആളുകളുമുണ്ട്. ചില സാങ്കേതിക എന്താ പറയുക, ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഡിവോഴ്സായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഡിവോഴ്സായി പോകുന്നവരുമുണ്ട്. അപ്പോൾ അത് ഡിവോഴ്സായിട്ട് പോകുമ്പോഴും അവർ ഒരുമിച്ച് ജീവിക്കാതിരിക്കുമ്പോഴും എന്താ പറയുക, ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു മതത്തെ മാത്രം കുറ്റം പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഹിന്ദു സ്ത്രീകൾ മുസ്ലിം പയ്യനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അവിടെ ജാതി, ഏത് മതം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒന്ന് പറയാനുണ്ട് കേട്ടോ. ഹിന്ദുക്കളിൽ തന്നെ അവർ വേർതിരിവ് കാണിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഉയർന്ന ജാതിയിലുള്ള നായരിൽ നിന്നോ നമ്പൂരിൽ നിന്നോ തീയരിൽ നിന്നോ ഒരു പെൺകുട്ടി ഹരിജൻസിൽപ്പെട്ട ഏതെങ്കിലും പയ്യനെ വിവാഹം കഴിക്കുകയോ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുതിർന്ന, അതായത് മേലെ നിൽക്കുന്ന മതത്തിലുള്ള ആളുകൾ ആ പെൺകുട്ടിയെ ഒതുക്കി വയ്ക്കുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എനിക്കറിയില്ല, നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് ഹരിജൻസിൻ്റെ കൂടെ പോയതല്ലേ, ഇനി അവൾ മുതിർന്നതിലേക്ക് വരണ്ട, നമ്മളെ കുടുംബത്തിലോ കുടുംബത്തിലോ ഒന്നും ഒരു ചടങ്ങുകൾക്ക് വിളിക്കുകയോ പോവുകയോ ഒന്നും ചെയ്യാതെ ഒതുക്കി വയ്ക്കുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം ഞാനൊന്ന് ചോദിച്ചു പോട്ടെ, ഹിന്ദുക്കളിൽ ആരാണ് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ആരെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? നമ്പൂരി, നായര്, തീയര് അങ്ങനെയുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിൽ താഴ്ന്ന ഇതിലുള്ള എന്താ പറയുക, പുലയൻ, പാണൻ എന്ന് പറയുന്ന അവരൊക്കെ അപ്പോൾ ഇതിൽ പെടും? കാരണം അവരെയൊക്കെ ചവിട്ടി താത്തണ ഒരു സമൂഹവും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ മക്കളെ, ജാതി മതം എന്നല്ല വലുത്, നമുക്ക് സ്നേഹമാണ് ഏറ്റവും വലുത്, അല്ലേ? പരസ്പരം എന്താ പറയുക, നമ്മൾ പറയില്ല, അകലെ കിടക്കുന്ന ബന്ധുക്കളേക്കാൾ അടുത്ത് കിടക്കുന്ന ശത്രുക്കളാണെങ്കിലും നമുക്കൊരാപത്ത് വന്നാൽ അവരാവും ഓടി വരിക എന്നുള്ളത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെയൊക്കെ ഒരു ഓർമ്മയിലുണ്ടല്ലോ, ക്രിസ്മസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ക്രിസ്ത്യൻസാണ് കൂടുതലുണ്ടായിരുന്നത്. ക്രിസ്മസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ്, പിന്നെ എന്തൊക്കെയോ അവരുണ്ടാക്കും, കള്ളയപ്പം, ഇത് ഇതിൽ പഞ്ഞി പോലത്തെ കള്ളയപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കത് കൊടുന്ന് തരും. കുട്ടികളായ ഞങ്ങളോട് അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയും. അതേപോലെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും വരുമ്പോൾ പരസ്പരം ഞങ്ങൾ ഒത്തൊരുമയിൽ എങ്ങനെ ജീവിച്ചിരുന്നതാ പറയൂ സുഹൃത്തുക്കളെ. ഞങ്ങളൊരു കാലമൊക്കെ വരുമോ? ഇപ്പം എന്താണ് ജാതി, മതം, കറുപ്പ്, വെളുപ്പ്, അങ്ങനെയുള്ള വേർതിരിവ് കാര്യങ്ങൾ ഇതെല്ലാം വന്നില്ലേ? അതെന്തുകൊണ്ടാണ്? മുൻപ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ജാതി, മതം, രാഷ്ട്രീയം അങ്ങനെയൊക്കെ നോക്കല് കാര്യങ്ങൾ. രാഷ്ട്രീയം എന്തുമാവട്ടെ, നമ്മളെ ആരേനെ കീറി മുറിച്ചാലും വരുന്ന ചോരയുടെ നിറം
ചുവപ്പ് തന്നെയാണ്. ആർക്കും പല വിധത്തിലോ പല നിറത്തിലോ വരുന്നില്ല. പിന്നെ പല ദൈവങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തർ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങളിലൂടെ ജീവിക്കാൻ ആർക്കും അവകാശമുണ്ട് അല്ലേ? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓരോരുത്തർ കൃഷ്ണ എന്ന് വിളിച്ചാലും അള്ളാ എന്ന് വിളിച്ചാലും പടച്ചോനെ എന്ന് വിളിച്ചാലും ക്രിസ്ത്യാനികളുടെ യേശുദേവനായാലും ഒക്കെ മാതാവേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒന്നായിരിക്കും. ഓരോരുത്തരുടെ വിശ്വാസമാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് വേറെ ഒന്നല്ല പറയാനുള്ളത്. എന്താ പറയുക, സ്വന്തം ജാതിയിൽ തന്നെ ഒതുക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ട്, ചവിട്ടിത്താത്തുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരു കുണ്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ പിടിച്ച് സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഓരോരുത്തരുടെ ജയത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ എന്തും ചെയ്യും, എന്തും പറയും എന്നെല്ലാം. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോഴത്തെ ഒരു കാലം. കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. ഹിന്ദുക്കളിൽ നിന്ന് മുസ്ലിങ്ങളിലേക്കും പോകുന്നുണ്ട്, മുസ്ലിങ്ങളിൽ നിന്ന് ഹിന്ദുക്കളിലേക്കും പോകുന്നുണ്ട്. ക്രിസ്ത്യൻസ് മുസ്ലിംസിന് വിവാഹം കഴിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് ഹിന്ദുവിന് വിവാഹം കഴിക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ മതം ഏതാണോ അതിലേക്ക് മക്കളുടെ മതം മാറ്റുന്നു. അത്രയേ ഉള്ളൂ. അത് പരസ്പരം മൂന്ന് മതത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. പരസ്പരം എന്താ പറയുക, അവരൊക്കെ ഒത്തൊരുമയിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഇതാവുന്നതിന് എന്താ പറയുക, വിവാഹ ജീവിതം ശരിയല്ലാതെ പോണതിന് ഒരു മതത്തിനെയോ അല്ലെങ്കിൽ വേറുള്ളവരിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട് വ്യക്തികളെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് നമ്മുടെ ആ പഴയ കാലം എൻ്റെ ഓർമ്മയിൽ ഒരു 10 വയസ്സുള്ള സമയത്തേക്കൊക്കെ ഇനി പോവുമെന്നാവോ. അന്ന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല, ഒന്നുമില്ല. ഇപ്പോഴാണ് എല്ലാതും അല്ലേ? എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ അയൽവാസികളൊക്കെ നമുക്ക് എപ്പോഴും എന്താ പറയുക, ചിലപ്പോൾ ഒരു ആപത്തൊക്കെ വന്നാൽ നമുക്ക് ഓടി വരേണ്ട ആൾക്കാരായിരിക്കും. അവരെയൊന്നും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ എല്ലാവർക്കും എന്താ പറയുക, സ്നേഹത്തോടെ ജീവിച്ചു പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക.